2012 ഡിസംബർ 24 മാവേലിക്കര രാജകുടുംബാംഗവും രത്നവ്യാപാരിയുമായിരുന്ന ഹരിഹരവർമ്മ തിരുവനന്തപുരം വട്ടിയൂർക്കാവുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. കൈവശമുള്ള 300 കോടി വിലമതിക്കുന്ന 3647 രത്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രത്നങ്ങൾ വാങ്ങാൻ എന്ന പേരിലെത്തിയ കവർച്ചക്കാർ സുഹൃത്ത് ഹരിദാസിനെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി ഹരിഹരവർമ്മയെ കൊല ചെയ്ത് രത്നങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. മാവേലിക്കര രാജകുടുംബാംഗമായ തനിക്ക് പൈതൃകമായി കിട്ടിയതാണ് രത്നങ്ങൾ എന്നാണ് വർമ്മ എല്ലാവരോടും പറഞ്ഞിരുന്നത്. മാവേലിക്കര രാജകുടുംബാംഗമായ ഹരിഹരവർമ്മ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്ന ഉടൻ തന്നെ മാവേലിക്കര രാജകുടുംബം തങ്ങളുടെ താവഴികളൊന്നും തന്നെ അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. കോടതികൾ തന്നെ ഹരിഹരവർമ്മയുടെ ഭൂതകാലം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ 3 തവണ നിർദ്ദേശിച്ചു. പോലീസ് ഇന്ത്യ മുഴുവൻ അന്വേഷിച്ചു. കേരളത്തിലുള്ള പല രാജകുടുംബങ്ങളുമായി സംസാരിച്ചു. അവർക്കാർക്കും അങ്ങനെ ഒരാളെ അറിയില്ല. 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും ഹരിഹരവർമ്മ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. മരണം വലിയ വിവാദമായിട്ടും 2 ഭാര്യമാരല്ലാതെ ഒരു ബന്ധുവിനെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതയാളുടെ ശരിയായ പേരാണോ? എവിടെ ജനിച്ചു? മാതാപിതാക്കൾ ആര്? മുൻകാലം എന്ത്? രത്നങ്ങൾ എങ്ങനെ ലഭിച്ചു? ഒന്നിനും ഉത്തരമില്ല. മാവേലിക്കര അല്ലെങ്കിൽ പൂഞ്ഞാർ രാജകുടുംബാംഗമാണെന്ന് അയാൾ പരിചയക്കാരോടെല്ലാം മാറി മാറി പറഞ്ഞിരുന്നത്. ആദ്യ ഭാര്യയോടും കുടുംബത്തോടും മാവേലിക്കര രാജകുടുംബാംഗമാണെന്നും 2ാം ഭാര്യയോട് പൂഞ്ഞാർ രാജകുടുംബമാണെന്നും പറഞ്ഞിരുന്നു. അച്ഛൻ്റെ പേര് ഭാസ്കരവർമ്മ എന്നും പറഞ്ഞിരുന്നു. ഇതെല്ലാം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. 2 രാജകുടുംബങ്ങളുടെയും താവഴിയിൽ ഇങ്ങനെ ഒരാളില്ല. 2 വിവാഹം കഴിച്ച ഹരിഹരവർമ്മയുടെ അവസാനത്തെ 12 വർഷത്തെ ജീവിതം മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത്. 2001 തിരുവനന്തപുരം കടയ്ക്കാവൂർ സ്വദേശിയായ ഉന്നത കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥ യുവതിയെ വിവാഹം കഴിച്ചു. 2010 പാലക്കാട് സ്വദേശിയായ യുവതിയെയും രഹസ്യമായി വിവാഹം കഴിച്ചു. 2 ഭാര്യമാർക്കും ഹരിഹരവർമ്മയുടെ ബന്ധുക്കളെക്കുറിച്ച് അറിയില്ല. വർഷങ്ങളായി ബന്ധുക്കളുമായി അകന്നു കഴിയുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. രത്ന വ്യാപാരത്തെക്കുറിച്ച് 2 ഭാര്യമാർക്കും അറിയില്ല. ആദ്യ ഭാര്യയുമൊത്ത് വട്ടിയൂർക്കാവിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. കമ്പം തേനി ഭാഗത്ത് 2000 ഏക്കർ തോട്ടമുണ്ടെന്ന് ഭാര്യമാരോട് ഇയാൾ പറഞ്ഞിരുന്നു. ഹരിഹരവർമ്മയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പോലീസിൻ്റെ ആദ്യ പിടിവള്ളി. കൊച്ചിയിലെ ഗുജറാത്തി സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. വ്യാജമായിരുന്നു. അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. പാസ്പോർട്ടിലെ വിലാസം തേടിയായിരുന്നു പിന്നത്തെ യാത്ര. കോയമ്പത്തൂരിലെ വിലാസത്തിൽ നിന്നായിരുന്നു ആദ്യ പാസ്പോർട്ട്. രാമനാഥപുരത്തെ കരുണാനിധി നഗറിൽ വാടക വീടിൻ്റെ അഡ്രസ്സായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 17-18 വയസ്സുള്ള 2 പെൺകുട്ടികൾക്കൊപ്പം അവിടെ താമസിച്ചിരുന്നതായി കണ്ടെത്തി. പെൺകുട്ടികൾ കമ്പ്യൂട്ടർ പഠിച്ചിരുന്നതായി അയൽവാസികൾ പറഞ്ഞ വിവരത്തെ തുടർന്ന് കോയമ്പത്തൂർ ഊട്ടിയിലും അന്വേഷിച്ചു. പെൺകുട്ടികളെക്കുറിച്ചോ ഹരിഹരവർമ്മയെക്കുറിച്ചോ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. തൻ്റെ കൈവശം 300 കോടി രത്നങ്ങൾ ഉണ്ടെന്നാണ് വർമ്മ പറഞ്ഞിരുന്നത്. കയ്യിൽ ഉണ്ടായിരുന്ന 3647 രത്നങ്ങളിൽ 3306 എണ്ണവും ഒറിജിനലായിരുന്നു. രാജ്യാന്തര വിപണിയിൽ രത്നങ്ങൾക്ക് മോഹവിലയാണെന്നും രത്നങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നുമാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് കൊടുത്തത്. ഹരിഹരവർമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന രേഖകളായിരുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്, പൂഞ്ഞാർ രാജകുടുംബത്തെ ട്രസ്റ്റിയാണെന്ന രേഖ എല്ലാം വ്യാജമായിരുന്നു. സ്വന്തം ഫോട്ടോ എടുക്കാൻ പുറത്തു നിന്നുള്ള ആരെയും അനുവദിച്ചിരുന്നില്ല. പാലക്കാട് കോയമ്പത്തൂർ ബൈപ്പാസിലും ആറ്റിങ്ങൽ മാമത്തും വീടും സ്ഥലവും വർമ്മയ്ക്കുണ്ടായിരുന്നു. കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും വർമ്മയുടെ ബന്ധുക്കളായി ആരും മുന്നോട്ട് വന്നില്ല. 3647 രത്നങ്ങൾ വർമ്മയ്ക്ക് എവിടെ നിന്നും ലഭിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. രാജകൊട്ടാരങ്ങളിൽ കാണുന്ന പുരാതന വിഗ്രഹങ്ങളടക്കം പാലക്കാട്ടെ വീട്ടിൽ നിന്ന് CI ഷീൻ തറയിലിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് അടക്കം വർമ്മ നടത്തിയ രത്നവ്യാപാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരിക്കലും പുറത്തു വന്നില്ല. ഹരിഹരവർമ്മയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചും കഴുത്തിനേൽപ്പിച്ച ഗുരുതരമായ പരിക്കുകൾ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ മൊഴി നൽകിയിരുന്നു. സുഹൃത്ത് ഹരിദാസിനെ പോലീസ് പ്രതി ചേർത്തെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി വിട്ടയച്ചു. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 3 വിദ്യാർത്ഥികളടക്കം 5 പ്രതികളെ ശിക്ഷിച്ചു. കൊലപ്പെടുത്താൻ ഉദ്ദേശമില്ലായിരുന്നു എന്നും മോഷണ ശ്രമത്തിനിടെ സംഭവിച്ചു പോയതാണെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു. 9 ദിവസത്തിനകം പോലീസ് പ്രതികളെ പിടികൂടി. തൊണ്ടി മുതൽ പിടിച്ചെടുത്തു. പഴുതുടച്ച അന്വേഷണ സംഘത്തലവനായ അന്നത്തെ ക്രൈം ഡിറ്റാച്ച്മെന്റ് AC KC ബൈജുവിനെ കോടതിയും അഭിനന്ദിച്ചിരുന്നു. പ്രതികളെ പിടിക്കുന്നതിൽ പോലീസ് വിജയിച്ചുവെങ്കിലും കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു.
ഇന്നും വ്യക്തമല്ല ആരാണ് ഹരിഹരവർമ്മ, അയാൾക്ക് എങ്ങനെയാണ് കോടികൾ വിലയുള്ള രത്നങ്ങൾ ലഭിച്ചതെന്ന്. ഈ ചോദ്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ ഇന്നും അവശേഷിക്കുകയാണ്.